പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ചോദിച്ചു എന്റെ ഈ വ്ലോഗ് എന്താ ചെയ്യാത്തെ വരാത്തെ എന്നൊക്കെ. വേറൊന്നുമല്ല, ഞാൻ ഈ ഓൺലൈനിൽ ട്രൈപോഡ് ബുക്ക് ചെയ്തു, അതൊന്ന് കിട്ടി എന്നിട്ട് മതി ഈ ഒരു ഇൻട്രോ എടുക്കാം എന്ന് വിചാരിച്ചത് കൊണ്ട് മാത്രമാണ്. ടെറസിന്റെ മണ്ടയ്ക്കുള്ള വെള്ളമൊക്കെ പോയോ നോക്കുമ്പോ മൊത്തം വെള്ളം നീരാവിയായിട്ട് പോയി തോന്നുന്നു. കഴിഞ്ഞ ദിവസം ഇവിടെയൊക്കെ വൃത്തിയാക്കിയതായിരുന്നു, അതൊക്കെ പോയി. വെയില് വന്നു. ഇപ്പം വെയിലായ കാരണം ഷൂട്ട് ചെയ്യുമ്പോ നിങ്ങൾ ഇന്നലെ ഏതാണ്ട് ഞാനിവിടെ വന്നതായിരുന്നു. ഉള്ള വെള്ളം ഒക്കെ കളഞ്ഞ് വൃത്തിയൊക്കെ എനിക്കിങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്. ടെറസിലൊക്കെ വെള്ളം ഉണ്ടെങ്കിൽ വൃത്തിയാക്കാനും പറ്റും. ഇവിടെ വേറൊരു മനോഹരമായ കാഴ്ചയുണ്ട്. ഇതാണ് ആ കാഴ്ച. ഇവിടെ ചുറ്റും മരങ്ങളാന്ന് പറഞ്ഞല്ലോ. ഈ മരങ്ങളൊക്കെ ആ സൈഡിൽ നിന്ന് ഈ ഓപ്പോസിറ്റ് ഭാഗത്തേക്കാണ് വന്ന് നിൽക്കുന്നത്, ചില്ലകളൊക്കെ. അപ്പൊ ഈ ഒരു ഇത് നോക്കിയാല് നല്ല ഫോട്ടോഗ്രാഫ് ഒക്കെ എടുക്കാൻ, നല്ല വെയിലൊക്കെ വന്നത് അതുപോലെ ഇതാണ്ടേ, നല്ല വെയിലൊക്കെ ആയിട്ട് നല്ല രസാ കാണാൻ. ഇത് മറ്റേ കണിക്കൊന്ന ഉണ്ടാകുന്ന മരാണ്. ഇതിന്റെ ചില്ല മൊത്തം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അവിടുന്ന് ഇവിടത്തേക്ക് വന്ന പോലെ. ചുറ്റിനും നല്ല ശുദ്ധവായു, വെയിലൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമാണ്. എനിക്ക് കിട്ടുന്ന സമയമൊക്കെ കഴിവതും പ്രകൃതിയോട് ഇണങ്ങി ചേരാൻ നോക്കും. അതായത് ഫോണൊക്കെ മാറ്റി വെച്ച് ഇടയ്ക്ക് ഇവിടെ വന്ന് നിൽക്കാൻ തോന്നും. നല്ല സ്ഥലം, കുറച്ചൊരു പ്രൈവറ്റ് പ്ലേസ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യും. ഒരു പ്രൈവറ്റ് പ്ലേസ് പോലെ എനിക്ക് ഫീൽ ചെയ്യും. കാരണം അത്രയും നമുക്ക് അങ്ങനെ ഈ പ്രകൃതിനെ ഇതൊക്കെ ഈ മരങ്ങളും പ്രകൃതി തന്നെ വേണ്ട, ഇതൊക്കെ നോക്കി കുറച്ചു നേരം നിൽക്കാൻ തോന്നും. നല്ല കാറ്റ്, നല്ല രസമാണ് ഇത്. ശരിക്കും എനിക്ക് ഭാഗ്യമാണ് എൻ്റെ വീടിന്റെ ചുറ്റും ഇങ്ങനെ ഒരു മരങ്ങളും. ഇതിന്റെ എല്ലാ ക്രെഡിറ്റ്സും എൻ്റെ അമ്മയ്ക്കും ഏട്ടനാ. അവരൊക്കെ അത് ഞാൻ കുഞ്ഞായപ്പോ അവരാണ് ഇതൊക്കെ നട്ടു വളർത്തിയതും. അങ്ങനെ മുത്തശ്ശനും അങ്ങനൊക്കെ ആയിട്ട് കുറെ മരങ്ങൾ ഇങ്ങനെ വന്നു. ഇക്കാലത്ത് ഇങ്ങനെ മരങ്ങളൊക്കെ ചുറ്റുമുള്ള സ്ഥലം റയറാണ്, മരങ്ങളൊക്കെ നടുന്നതും ഒക്കെ അറിയാലോ. പക്ഷെ ഇവിടെ ഒന്നും ഞാനും അതെ വെട്ടി നശിപ്പിക്കാൻ സമ്മതിക്കില്ല. കാരണം അത്രയും നല്ല നല്ലൊരു സ്ഥലം, അതില് നല്ല ശാന്തിയുള്ള അതൊന്നല്ല. ഏറ്റവും മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ശ്വസിക്കാൻ പറ്റുന്ന നല്ല വായു ആണല്ലോ നമുക്ക് വേണ്ടത്. അതാണല്ലോ ഏറ്റവും മെയിനായ കാര്യം. അപ്പോ അത്രയും ഈ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് നല്ല വായു ഇവിടെ ഉണ്ട്. നല്ലൊരു ആംബിയൻസ് ആയ സ്ഥലമാണ്. ഒരു വ്യൂ ആയതുകൊണ്ട് ഇടയ്ക്കൊക്കെ ടെറസിൽ വരാൻ തോന്നും. ഇവിടെ നിന്ന് ഫോട്ടോഗ്രാഫിക്കൊക്കെ പറ്റിയ സ്ഥലമാണെന്ന് തോന്നുന്നു. പക്ഷെ ഞാൻ ഒന്നും എടുത്തിട്ടൊന്നുമില്ല. നമുക്കൊക്കെ ആരെടുത്തു തരാനാ എന്റെ പൊന്നി. സ്ഥലം കുറച്ചേരം ഇങ്ങനെ നിൽക്കാൻ തന്നെ തോന്നും. നല്ലൊരു നല്ലൊരു സ്ഥലം, വളരെ ശാന്തമായ ഒരു സ്ഥലം കൂടെ ആയതുകൊണ്ട് ഇവിടെ അങ്ങനെ കുഴപ്പങ്ങളൊന്നുമില്ല. ഈ കോവിഡ് കേസിന്റെ ഫുൾ പുഴ ഒഴുകുന്ന സൗണ്ട് കേൾക്കാം, കുരുവികള്. നമ്മൾ കുറെ സ്ട്രെസ് ടെൻഷനൊക്കെ ഇതുപോലെ സ്ഥലങ്ങള് നമുക്ക് പറ്റാച്ചാല് അതിലൊക്കെ മാറി നിന്ന് ഇതുപോലത്തെ ശ്രദ്ധിച്ച് നമ്മളെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ സാധിക്കും. ഇതില് നമുക്കിപ്പോ എന്ത് ടെൻഷൻ ഉണ്ടായാലും ഇതൊക്കെ ഒന്ന് നോക്കി നിന്നാല് എല്ലാം അങ്ങ് മാറിക്കിട്ടും. ഇന്ന് പ്രത്യേകിച്ച് മഴയില്ലാത്ത ദിവസമായോണ്ട് നല്ല വെയിലാണ്. ഇങ്ങനെ ഇവിടെ വെയിൽ കുറവാണ്. ഇപ്പൊ ഇതൊരു ഈർപ്പമായ പ്രദേശമാണ്. ഈ എന്റെ വീടുള്ളത് മാത്രല്ല, ഇവിടൊക്കെ ഉണങ്ങിക്കിട്ടാൻ കുറച്ച് പാടാണ്. മഴ അധികം കോഴിക്കോട് ജില്ലയിലായോണ്ട് മഴ അധികം ഉള്ളൊരു സ്ഥലമാണ്. മഴ അധികം ഉണ്ടാവും. ഇപ്പൊ വെയിലാണെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ മഴ പെയ്യുന്ന ഒരു സ്ഥലമാണ്.
അതായത് നമുക്കിപ്പം പറയാൻ പറ്റില്ല എപ്പോൾ വെയിൽ വരും മഴ വരും, അതിലൊരു നിശ്ചയമില്ലാത്തൊരു സംഭവമായതുകൊണ്ട് മഴ അധികം ഉണ്ടാവും, പിന്നെ ഈർപ്പായ പ്രദേശമായതുകൊണ്ട് കുറച്ച് പാടാണ്. സോ I hope you guys like this video. Please watch, comment, subscribe my YouTube channel. Keep supporting. So see you next another vlog.